അർബുദ രോഗികൾക്ക് കരുണയുടെ സന്ദേശവുമായി തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സൗജന്യ കേശദാന വിതരണം നടന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി 350 പേരാണ് കേശദാനം നിർവഹിക്കുന്നതിനായി മുന്നോട്ട് വന്നത്. ആശുപത്രിയുടെ ചാപ്പലിൽ സംഘടിപ്പിച്ച 16ാമത് കേശദാനം സ്നേഹദാനം പദ്ധതിയുടെ ഉദ്ഘാടനം കൽതായ സഭയുടെ മെത്രാപ്പോലിത്ത ഡോക്ടർ അപ്രേം നിർവഹിച്ചു. പ്രതീക്ഷകൾ അസ്തമിച്ച ജീവിത സായാഹ്നങ്ങളിൽ ആകുലരായ അർബുദ രോഗികൾക്ക് കരുണയുടെ കരസ്പർശം നീട്ടി മാതൃകയാവുകയാണ് തൃശൂർ അമല ആശുപത്രിയുടെ കേശദാനം സ്നേഹദാനം പദ്ധതി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ സഹകരണത്തോടെ ആശുപത്രി ചാപ്പലിൽ സംഘടിപ്പിച്ച കേശദാനം സ്നേഹദാനം പദ്ധതിയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി 350ഓളം പേരാണ് കേശദാനത്തിന് സന്നദ്ധരായി മുന്നോട്ട് വന്നത്. 16ാമത് കേശദാനം സ്നേഹദാനം പദ്ധതിയുടെ ഉദ്ഘാടനം മെത്രാപ്പോലിത്ത ഡോക്ടർ അപ്രേം നിർവഹിച്ചു. മുടി ദാനം ചെയ്യുന്നത് വലിയൊരു ശുശ്രൂഷയായിട്ട് കണക്കാക്കണമെന്നും ഇതൊരു സേവനം കൂടിയാണെന്നും മെത്രാപ്പോലിത്ത പറഞ്ഞു. 4.5 വയസ്സ് മാത്രം പ്രായമുള്ള ജെം ജോബ് മുതൽ ശാരീരിക വെല്ലുവിളി നേരിടുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നിർമ്മയ്, കേശദാനത്തിനായി തലമുണ്ടനം ചെയ്ത 1ാം വർഷ നിയമ വിദ്യാർത്ഥിനി അക്ഷര എസ് മേനോനും പരിപാടിയിൽ ശ്രദ്ധേയരായി. ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് മുടി കൊടുക്കാൻ കഴിഞ്ഞതിന് ശേഷം പണ്ടത്തിനെക്കാട്ടും ഒരുപാട് കോൺഫിഡൻ്റ് ആണ്. മറ്റേത് എല്ലാം ഉണ്ടായപ്പോഴും പുറത്തിറങ്ങാൻ പേടിയായിരുന്നു, ബാക്കിയുള്ളവരെന്നെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക, സൗന്ദര്യം കുറവല്ലേ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ മുടി ഇല്ലാത്ത സമയത്ത് ഈ മൊട്ടത്തലയും വെച്ചുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാവരെയും അഭിമുഖീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അർബുദം മൂലം മുടി നഷ്ടമായ സ്ത്രീകളെ നിരാശയിൽ നിന്നും കൈപിടിച്ചുയർത്താൻ പദ്ധതിക്ക് സാധിക്കുന്നുണ്ടെന്ന് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണിയും പറഞ്ഞു. ഒരുപക്ഷെ ക്യാൻസർ രോഗത്തെ നമുക്ക് മാറ്റാൻ സാധിക്കണമെന്നില്ല, പക്ഷേ ക്യാൻസർ രോഗം മൂലം വേദനിക്കുന്ന ഒരു രോഗിയുടെ വേദന അല്പമെങ്കിലും കുറയ്ക്കുവാൻ ഈ സംരംഭത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. 40ഓളം അർബുദ രോഗികൾക്കാണ് വിഗ് വിതരണം ചെയ്തത്. ഇതുവരെ 455 അർബുദ രോഗികൾക്ക് വിഗ് വിതരണം നടത്തി കഴിഞ്ഞു. ഈ പദ്ധതിയിലൂടെ 5000 പേർ കേശദാനവും നടത്തി. ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി അധ്യക്ഷനായ പരിപാടിയിൽ ഫാദർ തോമസ് വാഴക്കാല, ഫാദർ ജോസ് ഡൊമിനിക്, ഡോക്ടർ രാഗേഷ് എൽ ജോൺ, പ്രോഗ്രാം കോർഡിനേറ്റർ KP സെബാസ്റ്റ്യൻ എന്നിവരും സംസാരിച്ചു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ.